നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന PSC +2 പ്രിലിംസിന്റെ മാത്സ് ആൻഡ് മെന്റലിറ്റി ഡിസ്കഷൻ ആണ് ഇനി 18-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി മോഡൽ അനുബന്ധ ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതേ മോഡൽ തന്നെയായിരിക്കും ഇനിയും വരാൻ പോകുന്ന എക്സാമിനും ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 ചോദ്യങ്ങൾ ഓരോ ചോദ്യമായിട്ട് എടുത്തിട്ട് അതുമായിട്ട് അനുബന്ധ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാം. അപ്പൊ അങ്ങനത്തെ കുറച്ച് മോഡൽസ് വഴിയാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ക്ലാസ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഈ ചോദ്യം എല്ലാവരും ഇന്നലെ കണ്ടിട്ടുള്ളതാണ്. ഇതെന്താണ്? ബോർഡ് മാസ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് ബോർഡ് മാസ്? ബോർഡ് മാസ് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്, ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഓഫ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ, പാർട്ട് ഉണ്ടോ എന്ന് നോക്കുക. അത് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു റൂൾ വെച്ച് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ചോദ്യത്തിലോട്ട് നോക്കുമ്പോൾ ആദ്യം ഡിവിഷൻ ആണ് ചെയ്യാനുള്ളത്. ഡിവിഷൻ വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ 8 + 3 × 2 - 4 / 2 എത്രയാണ്? അതാണ് ആദ്യം ചെയ്യാനുള്ളത്. 2 ആണ്, +6. ഓക്കെ, അത് കഴിഞ്ഞ് ഏതാ ചെയ്യാനുള്ളത്? ഡിവിഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ. അപ്പം 8 + 3 × 2 6 - 2 + 6. അത് കഴിഞ്ഞ് അഡിഷൻ ആണ്. അപ്പം ഇവിടെയാണ് അഡിഷൻ വരുന്നത്. 8 + 6 14 - 2 + 6. അപ്പോൾ 14 മൈനസ്, ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ എന്ത് വരും? -2 + 6 എന്ന് പറയുന്നത് +4 ആണ്. അപ്പൊ 14 + 4 18 ആണ് ഇവിടെ ആൻസർ. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ, 18. ബോർഡ് മാസിന്റെ ഒരു ടൈപ്പും കൂടെ നമുക്ക് ചെയ്യാം. നോക്കുക, 10 - 5 + 10 ഡിവൈഡഡ് ബൈ, ഇത് ഡിവൈഡഡ് ബൈ ആണ്, 2 × 5. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഏതാണ്? ബോർഡ് മാസ് അനുസരിച്ച് ഡിവിഷൻ ആണ് ഇവിടെ ആദ്യം കിടക്കുന്നത്. അപ്പോൾ 10 - 5 + 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 5 ആണ്, ഇൻറ്റു 5. ദാറ്റ് ഈസ് 10 - 5 പ്ലസ്, അത് കഴിഞ്ഞ് എന്താ ചെയ്യാനുള്ളത്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 5 × 5 25. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും കുഴപ്പമില്ല, ഏത് രീതി ചെയ്താലും ആൻസർ കിട്ടും. അപ്പം എങ്ങനെ തന്നെ ചെയ്യാണ്. 10 - 5 5 5 + 25 = 30. അപ്പൊ ഇവിടെ ആൻസർ ചെയ്താ 30. അപ്പൊ ബോർഡ് മാസിന്റെ കുറെ ടൈപ്പ് നിങ്ങൾ ചെയ്ത് പഠിച്ചോളാം. ഓക്കെ, ഇപ്പൊ തന്നെ ചെയ്ത് പഠിച്ചോളാം ബോർഡ് മാസ്. ഒരു ചോദ്യം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. 16 ഡിവൈഡഡ് ബൈ 8 × 4 ഡിവൈഡഡ് ബൈ 2 × 0. അപ്പോൾ 0 കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 90% ആൻസർ 0 തന്നെ ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ആദ്യം ഡിവിഷൻ, 16 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് 2 ആണ്, ഇൻറ്റു ഇവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്, 4 ഡിവൈഡഡ് ബൈ 2 2 ആണ്, ഇൻറ്റു 0. അപ്പൊ എനി ക്വാണ്ടിറ്റി ഇൻറ്റു 0 എന്താണ്? 0. ഇവിടെ ആൻസർ എന്താ? 0 ആണ്. ഓക്കെ, ബോർഡ് മാസ് ക്ലിയർ ആയല്ലോ. ബോർഡ് മാസ് എഴുതി വെച്ച് പഠിച്ചോണം. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതി ചെയ്യാതിരിക്കരുത്. ബോർഡ് മാസ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം എക്സാമിന്റെ ടെൻഷനിൽ ചിലപ്പോൾ മാറിപ്പോകുന്ന സംഗതിയാണ്. അപ്പൊ എന്തായാലും ബോർഡ് മാസ് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യാം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1/3ക്കും 1/2നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ. അപ്പോൾ 1/3ക്കും നമ്മുടെ നമ്പർ ലൈൻ എടുത്താൽ 1/3ക്കും 1/2നും ഇടയിലുള്ള ഭിന്നസംഖ്യ. ഇത് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പം 2/5 ആണ് ആൻസർ. ഓപ്ഷനിലുണ്ടല്ലോ 2/5, അതാണ് ആൻസർ. ഇനി കിട്ടാത്ത കേസ് ആണെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. 1/3 എന്ന് പറയുന്നത് 0.333, 1/2 എന്ന് പറയുന്നത് 0.5. അപ്പൊ 0.33ക്കും 0.5നും ഇടയ്ക്കുള്ള സംഖ്യ ഡിവൈഡ് ചെയ്യുക. ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. നോർമൽ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെയായിരിക്കും കിട്ടുന്നത്. 2/5 എന്ന് പറയുന്നത് എന്താണ്? 0.4. അപ്പോൾ 0.33ക്കും 0.5നും ഇടയ്ക്കുള്ളത് 0.4, അങ്ങനെയും കിട്ടും. അല്ലാതെ ഒട്ടുമിക്ക കേസിലും ഏറ്റവും ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. അത് തന്നെയായിരിക്കും ആൻസർ. ആ ഒരു ഷോർട്ട് കട്ട് നോക്കാം. ഇനി ഈ മോഡലുള്ള 2-3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ. അപ്പൊ ഈ ചോദ്യം ശ്രദ്ധിക്കൂ. 2/7, 3/7, 5/7, 4/7. ഇതിന്റെ പ്രത്യേകത എന്താ? ഡിനോമിനേറ്റേഴ്സ് എല്ലാത്തിലും സെയിം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വന്നാൽ, ഇഫ് ദ ഡിനോമിനേറ്റർ ഈസ് സെയിം ആയിട്ട് വന്നാൽ ന്യൂമറേറ്റർ വലുതായിട്ടുള്ളതായിരിക്കും വലിയ സംഖ്യ.
നോട്ട് ചെയ്ത് വെച്ചോളാം. ന്യൂമറേറ്റർ വലുതായിട്ടുള്ളതായിരിക്കും വലിയ സംഖ്യ. അപ്പം ഇവിടെ ന്യൂമറേറ്റർ 2, 3, 5, 4 ഏതാണ്? 5 ആണ് വലുത്. അപ്പോൾ 5/7 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ വലുതായിട്ടുള്ളതായിരിക്കും വലിയ സംഖ്യ. ഇനി അടുത്തൊരു ചോദ്യം, ഈ കേസ് നോക്കൂ. 3/5, 3/7, 3/8, 3/4. ഇതിൽ വലിയ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഏതാണ് സെയിം? ന്യൂമറേറ്റർ ആണ് സെയിം. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ ചെറുതായിട്ടുള്ളതാണ് വലിയ സംഖ്യ. ഇഫ് ദ ന്യൂമറേറ്റർ ഈസ് സെയിം, ഏതാണ്? ഡിനോമിനേറ്റർ ചെറുതായിട്ടുള്ളതായിരിക്കും വലിയ സംഖ്യ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ വലുതായിട്ടുള്ളതായിരിക്കും വലിയ സംഖ്യ. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ ചെറുതായിട്ടുള്ളതായിരിക്കും വലിയ സംഖ്യ. ഓക്കെ. അപ്പൊ ഈ കേസിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ, ഇതിലെല്ലാം ഡിഫറെന്റ് ആണ്. നമ്പേഴ്സ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എല്ലാം ഡിഫറെന്റ് ആണ്. ഈ കേസിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ അവിടെ 0 കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 30/7, 5/6നെ 50/6 എന്നാക്കുക, 8/9നെ 80/9 എന്നാക്കുക, 9/11നെ 90/11 എന്നാക്കുക. 30/7 എന്ന് പറയുന്നത് 4 പോയിന്റ് സംതിങ് ആണ്. 50/6 എന്ന് പറയുന്നത് 8.33 ആണ്. 80/9 എന്ന് പറയുന്നതും 8.88. 90/11 എന്ന് പറയുന്നത് 8.18. അപ്പൊ ഇവിടെ ചെറുതല്ലേ? അപ്പൊ ചെറുതെന്ന് പറയുന്നത് 4 പോയിന്റ് ആണ്. അപ്പൊ അതായത് 3/7 ആണ് ആൻസർ. 3/7 ആണ് ഇവിടെ ചെറിയ ഭിന്നസംഖ്യ. അപ്പോൾ ഈ കേസിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്ന കേസിൽ ഞാൻ ചെയ്യുന്നത് ന്യൂമറേറ്ററിൽ 0 കൊടുത്ത് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ചെറുതാണോ വലുതാണോ എന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. ഓക്കെ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ എത്ര? അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. 30% 70% തമ്മിലുള്ള വ്യത്യാസം ആണ് എത്ര? 60. അതായത് വലുതിന് ചെറുത് കുറച്ചാൽ മതി. 40% 60. അങ്ങനെയെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിരിക്കും. 100% എത്ര? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. 100 × 6, 60 ഡിവൈഡഡ് ബൈ 40. ക്യാൻസൽ ചെയ്യുക. 150 ആണ് ആൻസർ. 150. അതായത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഡിഫറൻസ് എടുത്തോളാം. 70 - 30 എത്ര വരും? 40 വരും. അതാണ് 60 എന്ന് തന്നേക്കുന്നത്. സംഖ്യ എത്രയാണെന്ന് വെച്ചാൽ സംഖ്യ എപ്പോഴും 100% ആണ്. അപ്പോൾ ഇവിടുത്തെ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഒരു മോഡലും കൂടെ നോക്കാം. ഒരു സംഖ്യയുടെ 30% 40% തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ 40% മൈനസ് 30% എത്രയാണ്? 10% എത്ര വ്യത്യാസം? 10% 250. അങ്ങനെയെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് 100% 100% എത്ര? ഇത് എളുപ്പത്തിൽ ചെയ്യുന്നത് 10 എങ്ങനെ 100 ആയി × 10. അതുപോലെ 250ന്റെ അവിടെയും × 10 ചെയ്താൽ ഇവിടുത്തെ സംഖ്യ കിട്ടും 2500. അപ്പൊ 2500 ആണ് ആൻസർ. ഓക്കെ. ഒരു ചോദ്യം കൂടി ചെയ്യാം. ഒരു സംഖ്യയുടെ 70% 90% തമ്മിലുള്ള വ്യത്യാസം 400 ആയാൽ സംഖ്യ ഏത്? 70% 90% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 20% ആണ് 400. അങ്ങനെയെങ്കിൽ സംഖ്യ ഏത്? അതായത് 100% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20 എങ്ങനെ 100 ആയി? × 5. അപ്പൊ ഇവിടെയും 400 × 5 ചെയ്താൽ മതി. 2000 ആണ് ആൻസർ. അപ്പൊ സംഖ്യ ഏതാണ്? 2000 ആണ് സംഖ്യ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് ജസ്റ്റ് ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് തന്നിട്ടുണ്ട്, അതിന് ഇക്വേറ്റ് ചെയ്യുക. സംഖ്യ എന്ന് പറയുന്നത് 100% എന്നെടുക്കുക. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 2n² + n ആണ്. ബീജഗണിതം 2n² + n ആണെങ്കിൽ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ തുക സമ്മിന്റെ ഓൾജിബ്രൈക് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ n-ന് 1 കൊടുക്കുകയാണെങ്കിൽ 2 × 1² + 1, അതായത് 2 + 1 = 3. n-ന് 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം ആണ് കിട്ടുന്നത്, ആദ്യത്തെ ടേം 3. n-ന് ഇനി 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 × 2² + 2, അതായത്
2 ഇൻറ്റു 4 പ്ലസ് 2 ഈക്വൽ ടു 10. n 2 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിന്റെയും സെക്കൻഡ് ടേമിന്റെയും കൂടി തുകയാണ് കിട്ടുന്നത്. തുകയുടെ ഇക്വേഷൻ അല്ലേ ഇത്. അപ്പം n 2 കൊടുത്താൽ ആദ്യത്തെ രണ്ട് ടേംസിന്റെ തുകയാണ് കിട്ടുന്നത്. ആ തുകയാണ് നമുക്കിപ്പോൾ 10 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 3, സെക്കൻഡ് ടേം അറിയത്തില്ല, x എന്ന് കൊടുത്തു ഈക്വൽ ടു 10. അപ്പൊ x എന്ന് പറയുന്നത് എത്രയാണ്? 10 മൈനസ് 3 ഈക്വൽ ടു 7. അപ്പോൾ രണ്ടാമത്തെ ടേം കിട്ടി. ആദ്യത്തെ ടേം 3 എന്ന് കിട്ടി, രണ്ടാമത്തെ ടേം 7 എന്ന് കിട്ടി. അപ്പൊ കോമൺ ഡിഫറൻസ് എടുക്കണമെങ്കിൽ ഒരു സംഖ്യയും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ n-ന് 3 കൊടുക്കുന്നു. n-ന് 3 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3, ദാറ്റ് ഈസ് 2 ഇൻറ്റു 9 പ്ലസ് 3 ഈക്വൽ ടു 21. അപ്പോൾ 3 ടേമിന്റെ തുകയാണ് 21. അതായത് ഒന്നാമത്തെ ടേമിന്റെയും രണ്ടാമത്തെ ടേമിന്റെയും മൂന്നാമത്തെ ടേമിന്റെയും തുകയാണ് 21. അപ്പൊ മൂന്നാമത്തെ ടേം 21 മൈനസ് 10, 11 എന്ന് കിട്ടും. മൂന്നാമത്തെ ടേം എന്തെന്ന് കിട്ടി? 11. അപ്പൊ ഇതിന്റെ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അപ്പം 7 മൈനസ് 3 4, 11 മൈനസ് 7 4. അപ്പം ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. നമ്മുടെ ഓപ്ഷനിൽ ഇല്ല, അതുകൊണ്ട് ഈ ചോദ്യം ക്യാൻസൽ ചെയ്യും. ഈ ടൈപ്പ് ഇനി ചോദിച്ചാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. n-ന് 1 കൊടുക്കുക, ഫസ്റ്റ് ടേം കിട്ടും. n-ന് 2 കൊടുക്കുക, ഫസ്റ്റ് ടേമിന്റെയും സെക്കൻഡ് ടേമിന്റെയും തുക കിട്ടും. അപ്പോൾ അതിൽ നിന്നും സെക്കൻഡ് ടേം കണ്ടുപിടിക്കുക, പ്രോഗ്രഷൻ എഴുതുക. n-ന് 3 കൊടുക്കുമ്പോൾ ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും തേർഡിന്റെയും കൂടെ സം കിട്ടും. അവിടെ നിന്ന് തേർഡ് ടേം കണ്ടുപിടിക്കുക, ഡിഫറൻസ് എടുക്കുക, കോമൺ ഡിഫറൻസ് കിട്ടും. ഇത് തുകയാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യാനുള്ളത്. അടുത്തൊരു ടൈപ്പ് പറയാം. ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം 4n മൈനസ് 2. nth ടേം 4n മൈനസ് 2 ആയാൽ പൊതുവ്യത്യാസം എത്ര? ഇതൊരു ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. n-ാം പദമാണ് തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിച്ചാൽ n-ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ തന്നെയാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 4. ഇനി ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക, 2 മൈനസ് 2n. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? അപ്പൊ n-ന്റെ കൂടെ കിടക്കുന്നത് -2 ആണ്. അപ്പം ഇവിടെ -2 ആണ് കോമൺ ഡിഫറൻസ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? n-ന്റെ കൂടെ കിടക്കുന്ന ടേമിന്റെ ചിഹ്നം ഉൾപ്പെടെ വേണം എടുക്കാൻ. ഇവിടെ +4 ആണ്, അതുകൊണ്ട് 4 ആയി. ഇവിടെ -2 ആണ്, അതുകൊണ്ട് -2 ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നിരുന്നു കഴിഞ്ഞാൽ n-ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ തന്നെ അങ്ങ് എടുത്താൽ മതി കോമൺ ഡിഫറൻസ്. ഇത് എന്ത് ടേം ആണെങ്കിൽ, മറ്റേത് സം ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒരു സമചതുര സ്തൂപികയുടെ ചരിവുയരം 15 സെന്റിമീറ്റർ, പാദവക്ക് 12 സെന്റിമീറ്റർ ആയ സ്തൂപികയുടെ ഉയരം. അപ്പൊ സമചതുര സ്തൂപിക എന്ന് പറയുമ്പം അതിന്റെ പാദം എപ്പോഴും സ്ക്വയർ ആയിരിക്കും. സ്തൂപിക ഞാൻ ഇങ്ങനെ വരച്ചു. ഇതിന്റെ സ്ലാൻ ഹൈറ്റ്, ചരിവുയരം എന്ന് പറഞ്ഞാൽ L, സ്ലാൻ ഹൈറ്റ് ഈ ചരിവിന്റെ ഉയരം അത് 15 സെന്റിമീറ്റർ ആണ്. പാദവക്ക് 12 സെന്റിമീറ്റർ, സ്ക്വയർ അല്ലേ, അപ്പം എല്ലാ സൈഡും 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ സ്തൂപികയുടെ ഉയരം എന്ന് പറയുന്നത് ഇതാണ്. സ്തൂപികയുടെ ഉയരം അത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളതാണ് സ്തൂപികയുടെ ഉയരം. ഓക്കെ, അത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഈ സ്ലാൻ ഹൈറ്റ് ആണ് 15 എന്ന് തന്നിരിക്കുന്നത്. ഈ സൈഡ് എത്ര? മൊത്തം 12 അല്ലേ, ഇത്രയും 6, ഹാഫ്. അപ്പം ഇത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടു. ഈ ഹൈറ്റ് ആണ് 15 സെന്റിമീറ്റർ, ഈ ഹൈറ്റ് 6 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഇതെന്ന് പറയുന്നത് എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 15ന്റെ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 15ന്റെ സ്ക്വയർ എത്രയാ? 225 മൈനസ് 36, ദാറ്റ് ഈസ് റൂട്ട് 189. റൂട്ട് 189 എങ്ങനെ ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യുക. 3ൽ പോവും 63, വീണ്ടും 3ൽ പോവും 21, വീണ്ടും 3ൽ പോവും 7. ഓക്കെ, ഇനി 3ക്ക് പെയറുണ്ട്, അപ്പം അത് 3 എന്നെടുത്തു, ഇൻറ്റു റൂട്ട്, ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ലേ, അപ്പം അത് റൂട്ടിലിടാം, റൂട്ട് 21. അപ്പം 3 റൂട്ട് 21 ആണ് ഹൈറ്റ് ഓഫ് പിരമിഡ്. ഓക്കെ, അപ്പോൾ 3 റൂട്ട് 21 ആണ് ആൻസർ. അടുത്ത ചോദ്യം. 10 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു കിട്ടുന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര? ഇത് 2020 LD ക്ലർക്കിനെ ചോദിച്ചതാണ്. വേരിയസ് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് ചോദിച്ചതാണ്. അപ്പം നമുക്ക് ത്രികോണം വരയ്ക്കാം. അപ്പം ഇതാണ് ത്രികോണം. അതിൽ 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഹൈപ്പോട്ടന്യൂസ് അതെങ്ങനെ എനിക്ക് മനസ്സിലായി എന്ന് ചോദിച്ചാൽ
ഇത് 3 സൈഡും 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് 100 ഈസ് ഈക്വൽ ടു 64 പ്ലസ് 36. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് കിട്ടി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 10 സെന്റിമീറ്റർ. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് അതെങ്ങനെ വേണോ വരാം. ഹൈറ്റ് ഞാനിപ്പം 8 സെന്റിമീറ്റർ എന്നിട്ടു, ഇത് 6 സെന്റിമീറ്റർ. മധ്യബിന്ദുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും 8 സെന്റിമീറ്ററിന് മധ്യബിന്ദു എന്ന് പറയുമ്പോൾ ഇത്, അതായത് 4 4 എന്ന് വരും. ഇവിടെയും ഇതുപോലെ 5 5 എന്ന് വരും. ഇവിടെയും ഇതുപോലെ 3 3 എന്ന് വരും. അപ്പം ഇത് തമ്മിൽ യോജിപ്പിച്ച് നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണ്. ഓക്കെ, ഇത് തമ്മിൽ യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്താൽ ഈ ട്രയാങ്കിളിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ ഞാൻ ABC എന്ന് വിളിക്കുന്നു. ഇത് ചോദിച്ച ചോദ്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കാം. ABC എന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ ഇതിന്റെ അകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്, ഇതിന്റെ അകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്, ഇതിന്റെ അകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് 4, അതുപോലെ ഇതിന്റെ ബേസ് 3. അപ്പം ഇതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഈ ഹൈറ്റ്, ഈ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാമല്ലോ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് ആയതുകൊണ്ട് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ റൂട്ട് എത്ര വരും? 25ന്റെ റൂട്ട് 5. അപ്പം ഈ ഹൈറ്റ് 5 എന്ന് കിട്ടി. അതുപോലെ ഇവിടെയും കണ്ടുപിടിക്കാം. ഇതും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. 4 5, ഇവിടെ 3, കാരണം നമ്മൾ മുന്നേ ചെയ്തതാണ്. 4 5 3. ഇവിടെയും അതുപോലെ ചെയ്യാം. ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും 4. അപ്പം ഇതിന്റെ ചുറ്റളവ് ഈ ABC എന്ന ട്രയാങ്കിളിന്റെ 3 സൈഡ് കിട്ടി. 3 പ്ലസ് 5 പ്ലസ് 4. അപ്പോൾ എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഒരു ഫിഗർ വരച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു ചോദ്യവും നമ്മൾ വിടാൻ പാടില്ല. നമ്മൾ കുറെ കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. റൂട്ട് ഓഫ് 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 2�6 ഇൻറ്റു 5 സ്ക്വയർ. അപ്പം ഇവിടെ രണ്ടിടത്തും 5 സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പൊ ആ 5 സ്ക്വയറിനെ ഞാൻ പുറത്തെടുത്തു. ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 2�6. ദാറ്റ് ഈസ് 5 സ്ക്വയർ 9 പ്ലസ് 64. 2�6ന്റെ വാല്യൂ എത്രയാണ്? 64 ആണ്. അപ്പോൾ 9 പ്ലസ് 64 73. അപ്പോൾ ഇവിടെ റൂട്ടിനകത്ത് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ പുറത്തെടുക്കുമ്പോൾ അതിന് സ്ക്വയർ കാണത്തില്ല. അപ്പോൾ 5√73 എന്നാണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷനിലില്ല, അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. ഓക്കെ, ക്യാൻസൽഡ് ആണ് ഈ ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് ക്ലിയർ ആയല്ലോ. രണ്ടിടത്തും 5 സ്ക്വയർ ഉള്ളത് അത് പുറത്തെടുത്തു, ബാക്കിയുള്ളത് ബ്രാക്കറ്റിനകത്ത് ഇട്ടു, ഓപ്പറേഷൻ ചെയ്തു. ഓക്കെ, അടുത്ത ചോദ്യം. 20 25 x 28 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 ആണ് എങ്കിൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശരാശരി എന്ന് പറയുന്നത് സം ബൈ നമ്പർ ആണെന്ന് എല്ലാവർക്കും അറിയാം. സം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ സം. അപ്പം 20 പ്ലസ് 25 പ്ലസ് എക്സ് പ്ലസ് 28 പ്ലസ് 32. ടോട്ടൽ എത്ര സംഖ്യയുണ്ട് ഇവിടെ? 5 സംഖ്യ. ആ ശരാശരിയാണ് 27 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ 20 പ്ലസ് 25 പ്ലസ് എക്സ് പ്ലസ് 28 പ്ലസ് 32 ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 105 എന്ന് വരും. പ്ലസ് എക്സ് ബൈ 5 ഈസ് ഈക്വൽ ടു 27. അപ്പോൾ 105 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക, 135. എക്സിന്റെ വാല്യൂ എത്രയാണ്? 135 മൈനസ് 105. ആൻസർ ഈസ് 30. എത്രയാണ് ആൻസർ വരുന്നത്? 30 ആണ് ആൻസർ വരുന്നത്. ഇതുപോലത്തെ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. 23, 25, 20, 22, K, 24 എന്നീ 6 സംഖ്യകളുടെ ശരാശരി 23 ആയാൽ കെയുടെ വില എത്ര? നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. സം ബൈ നമ്പർ. സം ബൈ നമ്പർ ആണ് ശരാശരി. അപ്പോൾ 23 പ്ലസ് 25 പ്ലസ് 20 പ്ലസ് 22 പ്ലസ് കെ പ്ലസ് 24 ഡിവൈഡ് ബൈ സംഖ്യ എത്രയെന്ന് അവർ തന്നിട്ടുണ്ട്, 6 ഈസ് ഈക്വൽ ടു 23. അപ്പോൾ സം കിട്ടുന്നത് 114 എന്നാണ്. 114 പ്ലസ് കെ ഈസ് ഈക്വൽ ടു ഈ 6 ഇവിടെ കൊണ്ടുവന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 138 എന്ന് വരും. അപ്പോൾ കെയുടെ വാല്യൂ എത്രയാണ്? 138 മൈനസ് 114. ആൻസർ ഈസ് 24. ഈ ടൈപ്പ് വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക. അപ്പൊ 2 വർഷത്തേക്കാണ്. 2 വർഷത്തേക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് പാസ്കൽസ് ട്രയാങ്കിൾ ആണ്.
2+1 എന്ന് എഴുതുക. 2 വർഷത്തേക്കാണെങ്കിൽ 2+1 എന്ന് എഴുതുക. ഷോർട്ട് കട്ടാണ്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു നമ്മുടെ രൂപ എന്ന് പറയുന്നത് 1000 രൂപയല്ലേ, 1000 രൂപയുടെ 10% എടുക്കുക. 1000 രൂപയുടെ എത്ര ശതമാനം എടുക്കുക? 10%. 10% എങ്ങനെ എടുക്കുന്നത്? ഒരു പോയിന്റ് മാറ്റി ഇട്ടാൽ മതി. അപ്പോൾ 2 ഇൻറ്റു 100 പ്ലസ് 1 ഇൻറ്റു ഈ 100ന്റെ 10% എടുക്കുക. 100ന്റെ 10% ഒരു പോയിന്റ് മാറ്റി ഇട്ടാൽ മതി, 10. ഇത് ആഡ് ചെയ്യുക. 200 പ്ലസ് 10 210. 210 ആണ് പലിശ. പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്, പലിശ. അപ്പോൾ വർഷാവസാനം ലഭിക്കുന്ന തുകയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം 1000 രൂപയായിരുന്നു ഇനിഷ്യലി, പ്ലസ് 210 കൂടെ ചേർത്ത് വർഷാവസാനം 1210 ആണ് ലഭിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു ടൈപ്പും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. 40,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ക്രമത്തിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുക എത്ര? ഇപ്പൊ 40,000 രൂപയാണ്, 10%, 2 വർഷത്തേക്കാണല്ലോ. ഇപ്പൊ 2+1 എന്ന് എഴുതുക. 2 ഇൻറ്റു 40,000 രൂപയുടെ 10% എത്രയാണ്? 4000. ഓക്കെ, പ്ലസ് 1 ഇൻറ്റു 4000ന്റെ 10% എത്ര? 400. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 4000 ഈസ് 8000 പ്ലസ് 400. അപ്പോൾ പലിശ 8400 രൂപ. അപ്പോൾ മൊത്തം തുക എത്രയാണ്? 40,000 പ്ലസ് 8400, 48,400 രൂപയാണ് മൊത്തം കിട്ടുന്നത്. ക്ലിയർ ആണോ? വേറെ ഒരു ഇക്വേഷനും വേണ്ട, 2+1 മാത്രം എഴുതാൻ നിങ്ങൾക്ക് അറിയാമല്ലോ 2 വർഷത്തേക്കാണെങ്കിൽ. അപ്പോൾ ഇതിന്റെ 10% എടുക്കാം, ഇതിന്റെ 10% എടുക്കാം. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. 20,000 രൂപ 20% വാർഷിക പലിശ നിരക്കിൽ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കിയാൽ ഒരു വർഷത്തേക്ക് കൂട്ടുപലിശ എത്ര? അപ്പൊ 20,000 രൂപയാണ്. 20% വാർഷിക പലിശ നിരക്കിൽ അർദ്ധവാർഷികം ആകുമ്പോൾ പലിശ നിരക്ക് നേരെ പകുതിയാവും. 20 എന്നുള്ളത് 10 ആകും. അതുപോലെ അർദ്ധവാർഷികം ആവുമ്പോഴത്തേക്കും ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി എന്ന് പറയുമ്പം n എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കല്ലേ, അപ്പം n 2n ആകും. അപ്പൊ 2 വർഷത്തേക്കാകും. അതായത് ഹാഫ് ഇയർലി ആണെങ്കിൽ n-ന്റെ വാല്യൂ 2n ആകും. ക്വാർട്ടർലി ആണെങ്കിൽ n-ന്റെ വാല്യൂ 4n ആകും. അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 2 വർഷത്തേക്കാവുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഇപ്പൊ n-ന്റെ വാല്യൂ എന്താണ്? 2 ആണ്. 2 വർഷത്തേക്കാവുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ 2+1 എന്ന് എഴുതുക. 2 ഇൻറ്റു 20,000ന്റെ 10% എന്തായി? 20% എന്നുള്ളത് നേരെ പകുതിയായി, 10%. അപ്പൊ 20,000ന്റെ 10% എന്ന് പറയുന്നത് 2000 പ്ലസ് 1 ഇൻറ്റു 2000ന്റെ 10% 200. ദാറ്റ് ഈസ് 4000 പ്ലസ് 200 4200. 4200 ആണ് കൂട്ടുപലിശ. അപ്പൊ കൂട്ടുപലിശയാ ചോദിച്ചേക്കുന്നത്, തുകയല്ല 4200. അപ്പം തുക ചോദിച്ചാലോ 24,200. ഓക്കെ, അടുത്ത ചോദ്യം. രാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും, രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്യും? എ ആണ് രാമു എന്ന് ഞാൻ എടുക്കുന്നത്, 6 ദിവസം കൊണ്ട് ചെയ്യും. ബി ആണ് ഞാൻ രമ എന്ന് എടുത്തത്, 8 ദിവസം കൊണ്ട് ചെയ്യും. അവർ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇക്വേഷൻ ഒന്നും വെച്ച് ചെയ്യാറില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എടുക്കും. വർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ LCM ആണ്. LCM എന്ന് പറയുന്നത്, LCM എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ മതി. 2 കൊണ്ടും പോകുന്നത് 24 ആണ് അല്ലെ. 24 6 കൊണ്ടും പോവും, 8 കൊണ്ടും പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വരും? 4. 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, 7. ഓക്കെ, ഇനി A പ്ലസ് ബി എത്ര വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര വരും? 3 and 3/7. അതാണ് എയും ബിയും കൂടെ ഒരുമിച്ച് 3 and 3/7 ദിവസം കൊണ്ട് ഈ ജോലി ചെയ്യും. ഇവിടെ കണ്ടോ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടും. സ്വാഭാവികമായിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമ്മളെടുത്ത വർക്കായ 24 കിട്ടണം. ഇതിന്റെ ലോജിക്ക് ക്ലിയർ ആണോ? ഒരു ചോദ്യം കൂടെ ചെയ്യുമ്പോൾ മനസ്സിലാവും. എ ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നു, ബി ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ എക്കും ബിക്കും കൂടി എത്ര ദിവസം വേണം?
വർക്ക് എന്ന് പറയുന്നത് 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയത് 30 ഓക്കെ. അപ്പം 30നെ 15 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക, അപ്പൊ നമുക്ക് 2 കിട്ടും. 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്യുക 5. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 6. അപ്പൊ 6 ദിവസം കൊണ്ടാണ് അവർ ചെയ്ത് തീർക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് കറക്റ്റ് ആണോ നോക്കുക? 15 × 2 30, 10 × 3 30, 6 × 5 30. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്, ലോജിക് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ക്വസ്റ്റൻ ഒന്നും ഉപയോഗിക്കേണ്ട. അടുത്ത ചോദ്യം, A:B 5:2, B:C 3:7 ആയാൽ A:C. A:C വളരെയധികം എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. A:B 5:2 ആണ്, B:C 3:7 ആണ്. അങ്ങനെയെങ്കിൽ A:C അല്ലേ ചോദിച്ചിരിക്കുന്നത്. A:C എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഒന്നുമില്ല, ഇവിടുന്ന് തന്നെ എടുക്കാം. ആദ്യത്തെയും സംഖ്യ, രണ്ടാമത്തെയും സംഖ്യ എത്രയാണ്? 15:14. ക്ലിയർ ആണോ? അപ്പൊ A:C ചോദിച്ചാൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടിന്റെയും ആദ്യത്തെ സംഖ്യ, രണ്ടിന്റെയും അവസാനത്തെ സംഖ്യ. ഇനി A:B:C ആണ് ചോദിച്ചെങ്കിലോ, ഇവിടുത്തെ ഇങ്ങനെയും കൂടെ ഒരു വര ഇട്ടാൽ മതി. അതായത് 5 × 3 15, 3 × 2 6, 2 × 7 14. ഓക്കെ, അപ്പോൾ A:C ചോദിച്ചാൽ ഇവിടെ 2 വര കൊടുക്കുക, ബിയും കൂടെ ചോദിച്ചാൽ നടുക്കൂടെ ഒരു വരയും കൂടെ കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഈ സിംബോളിക് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. അടുത്ത ചോദ്യം, 2A = 3B = 5C ആണെങ്കിൽ A:B:C എത്ര? ഇതൊരു നല്ലൊരു ചോദ്യമാണ്. 2A = 3B = 5C ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A:B:C കണ്ടുപിടിക്കാനാണ്. ഒന്നുമില്ല, A എന്ന് പറയുന്നത് A ഒഴികെയുള്ള ബാക്കി രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് A ഒഴികെയുള്ളത് ബിയും സിയും അല്ലേ, അതിൻ്റെ അടുത്ത് കിടക്കുന്നത് 3 × 5 15. ബി എന്ന് പറയുന്നത് ബി ഒഴികെയുള്ള ബാക്കി രണ്ടും 2 × 5 10. സി എന്ന് പറയുന്നത് സി ഒഴികെയുള്ള ബാക്കി രണ്ടും 2 × 3 6. A:B:C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15:10:6. 15:10:6 ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ എ. എ കണ്ടുപിടിക്കാൻ A ഒഴികെയുള്ള രണ്ടും, ബി കണ്ടുപിടിക്കാൻ B ഒഴികെയുള്ള രണ്ടും, സി കണ്ടുപിടിക്കാൻ C ഒഴികെയുള്ള രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തൊരു ചോദ്യം നേരത്തെ തന്നതുപോലത്തെ ഒരു ചോദ്യമാണ്. A:B 7:5, B:C 8:9. അങ്ങനെയെങ്കിൽ A:C എഴുതാതെ തന്നെ ചെയ്യാമല്ലോ. A:C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 7 × 8 7 × 8 എത്രയാണ്? 56. 56 5 × 9 45. 56 45 ആണ് ആൻസർ. ഓപ്ഷൻ എ. സിയും കൂടെ ചോദിച്ചാലോ? സിയും കൂടെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? 5 × 8 ചെയ്യണം നടുക്കുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, 5 8 17 44 എന്ന ശ്രേണിയുടെ അടുത്ത പദം. ഇതൊരു ഡിഫറൻസ് നമ്പർ സീരീസ് ആണ്. 3, ഇവിടെ എന്താ വരിക? 9, ഇവിടെ എന്താ വരിക? 27. അതായത് 3 × 3 ആണ് 9, 9 × 3 ആണ് 27. അപ്പൊ അടുത്ത സ്വാഭാവികമായിട്ടും 27 × 3 ആയിരിക്കും, അതായത് 81. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 81. അപ്പം ഈ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? 44 + 81. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഈ സംഖ്യയും തൊട്ടടുത്ത സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 81. അപ്പം ഈ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? 44ന്റെ കൂടെ ഈ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. 125 ആണ് ആൻസർ. 125 ആണ് ആൻസർ. ഓക്കെ, ഇനി സിമ്പിൾസ് തന്നിട്ട് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിനെയൊക്കെയാണെന്ന് വെച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഇത് ആദ്യം ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം നമ്പേഴ്സ് എടുത്ത് എഴുതുക. 8 7 36 3 5 ഗ്യാപ്പ് ഇട്ട് എഴുതുക. @ എന്ന് പറയുന്നത് ഇൻറ്റു. പെർസെൻറ്റേജ് എന്നത് മൈനസ്. സ്റ്റാർ എന്നത് ഡിവൈഡഡ് ബൈ. ഹാഷ് എന്നത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ നമ്മുടെ ബോർഡ് മാസം ആയില്ലേ. ഇനി ബോർഡ് മാസം വെച്ച് ചെയ്താൽ മതി. നിങ്ങൾ ആകെ ചെയ്യാനുള്ളത് നമ്പേഴ്സ് ഗ്യാപ്പ് ഇട്ട് എഴുതുക, എന്നിട്ട് നോക്കി കറക്റ്റ് ആയിട്ട് അതിന്റെ ഏതാണോ അവിടെ സൈൻ അത് എഴുതുക. അപ്പൊ ഇനി നമുക്ക് ചെയ്യാം. 8 × 5 മൈനസ്, ഇതാണ് ആദ്യം ചെയ്യാനുള്ള ഡിവിഷൻ. 36 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 12 + 5. 8 × 7 56, 56 മൈനസ് 12 + 5 എത്ര വരും? 44 + 5 = 49. 49 ആൻസർ ബി ആണ് കറക്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തൊരു ചോദ്യം,
3, 4, 12, 6, 6. അപ്പൊ ഇവിടെ മൈനസ് ആണ്. മൈനസ് എന്നത് ഇൻറ്റു എന്നത് പ്ലസ്, പ്ലസ് എന്നത് ഡിവൈഡഡ് ബൈ എന്നത് മൈനസ്. അങ്ങനെയെങ്കിൽ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോർഡ് മാസ് അപ്ലൈ ചെയ്യുക. 3 × 4 പ്ലസ് ആദ്യം ഡിവിഷൻ 12 ഡിവൈഡ് ബൈ 6 2 മൈനസ് 6. 3 × 4 12 പ്ലസ് 2 മൈനസ് 6 14 മൈനസ് 6 എത്രയാണ്? 8 ആണ് ഇവിടെ ആൻസർ. നമ്പേഴ്സ് എഴുതുക, കറക്റ്റ് ആയിട്ട് സൈൻ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ കണ്ടെത്താൻ ആദ്യം നമ്പേഴ്സിലോട്ടൊന്ന് നോക്കുക, എന്തെങ്കിലും പരിചയം ഉണ്ടോ എന്ന് നോക്കുക. 196 40ന്റെ സ്ക്വയർ ആണ്. 169 30ന്റെ സ്ക്വയർ ആണ്. 729 27ന്റെ സ്ക്വയർ ആണ്. ഇത് ഏതിന്റെങ്കിലും സ്ക്വയർ ആണോ? അല്ല. അപ്പൊ ഇതാണ് ഓഡ് വൺ ഔട്ട്. ഓക്കെ, ജസ്റ്റ് നമ്പേഴ്സ് നോക്കാം, നമുക്ക് പരിചയമുള്ള എന്തെങ്കിലും കൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിലെ സമയം 8:30 ആയാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. 8:30 തന്നിരിക്കുന്നത്. അപ്പൊ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തു വെക്കാം. 1 മണി മുതൽ 11 മണി വരെയുള്ള സമയത്തിന്റെ പ്രതിബിംബം കാണാൻ എന്ത് ചെയ്യണം? 12-ൽ നിന്നോ അല്ലെങ്കിൽ 11:60-ൽ നിന്നോ സബ്ട്രാക്ട് ചെയ്യുക. 12-ൽ നിന്നോ അല്ലെങ്കിൽ 11:60-ൽ നിന്നോ സബ്ട്രാക്ട് ചെയ്യുക. 11:01 മുതൽ 12:59 വരെയുള്ള സമയമാണെങ്കിൽ 23:60-ൽ നിന്നോ അല്ലെങ്കിൽ 24-ൽ നിന്നോ സബ്ട്രാക്ട് ചെയ്യുക. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ എല്ലാ ചോദ്യവും ചെയ്യാം. അതായത് 1 മുതൽ 11 വരെയുള്ള സമയത്തിനിടയ്ക്കുള്ള ഏതെങ്കിലും സമയമാണെങ്കിൽ 12-ൽ നിന്നോ അല്ലെങ്കിൽ 11:60-ൽ നിന്നോ സബ്ട്രാക്ട് ചെയ്യുക. ഇനി അടുത്ത സമയം 11:01 മുതൽ 12:59 വരെയാണെങ്കിൽ 24-ൽ നിന്നോ അല്ലെങ്കിൽ 23:60-ൽ നിന്നോ സബ്ട്രാക്ട് ചെയ്യുക. നമ്മൾ ഇവിടെ 8:30 സമയം തന്നിരിക്കുന്നത്. അപ്പോൾ 11:60-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. 11:60 മൈനസ് 8:30, അപ്പൊ എത്ര വരും? 3:30. 3:30 സമയം. ഈ 12-ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്ന കേസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 4 മണിയാണ് ക്ലോക്കിൽ സമയം എങ്കിൽ അതിന്റെ പ്രതിബിംബം എത്ര? അപ്പൊ 12 മൈനസ് 4 ചെയ്താൽ മതി. എത്രയാ വരുന്നത്? 8 മണി. ഓക്കെ, ഇനി 11-നും 12:59-നും ഇടയ്ക്കുള്ള സമയം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 11:50, ക്ലോക്കിലെ സമയം 11:50 ആണെങ്കിൽ പ്രതിബിംബം എത്ര? 23:60 മൈനസ് 11:50 ചെയ്യുക. എത്ര വരും? 12:10. ഓക്കെ, അപ്പൊ ക്ലോക്കില് 12 മണിയാണെങ്കിൽ സമയം എത്ര? പ്രതിബിംബം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 24-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. 24 മൈനസ് 12 12. ഇവിടെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. 11:60 അല്ലെങ്കിൽ 12-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, ഇതിന്റെ ഇടയ്ക്കുള്ള സമയമാണെങ്കിൽ. 23:60 അല്ലെങ്കിൽ 24-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക 11:01 മുതൽ 12:59 വരെയുള്ള സമയമാണെങ്കിൽ. ഓക്കെ, അടുത്ത ചോദ്യം, ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക. 35 64 47 അപ്പം എത്ര? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 35 എങ്ങനെ 64-ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 35-ലെ 3-യും 5-യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 വരും. ആ 8ന്റെ സ്ക്വയർ അല്ലേ 64. അതുപോലെ തന്നെ 47, 4-ഉം 7-ഉം കൂടെ ആഡ് ചെയ്യാൻ 11 കിട്ടും. അപ്പൊ 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, അതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, വരിയും നിരയും എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോ രാജുവിന്റെ സ്ഥാനം മുന്നിൽ നിന്നും 16-മതും പിന്നിൽ നിന്ന് 20-മതും ആണെങ്കിൽ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഇങ്ങനെ തന്നിരുന്ന ജസ്റ്റ് 20 പ്ലസ് ഈ 16-ൽ നിന്ന് 1 കുറയ്ക്കുക 15, 35. ഇക്വേഷനും വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചാൽ 20. ഒരു സംഖ്യ, ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് 1 കുറച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ 20-ൽ നിന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ 16-ൽ നിന്ന് കുറയ്ക്കാം. അപ്പൊ ഞാൻ 16-ൽ നിന്ന് കുറച്ചു. അപ്പൊ 20 പ്ലസ് 15 35 പിള്ളേരാണ് ആ ക്ലാസ്സിൽ ഉള്ളത്. ഓക്കെ, അതിന്റെ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പുറകിൽ നിന്നുള്ള എണ്ണം പ്ലസ് മുന്നിൽ നിന്നുള്ള എണ്ണം മൈനസ് 1 എന്നുള്ളതാണ്. ഇവിടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കിട്ടും. എളുപ്പ വഴിയാണ്. ജസ്റ്റ് ഒരെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കാൻ ആഡ് ചെയ്യുക. അടുത്ത ചോദ്യം, ക്ലോക്കിലെ സമയം 9:35. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ്. എങ്ങനെ ചെയ്യാം? 9:35 ആവുമ്പോഴത്തേക്കും മണിക്കൂർ സൂചി 9-ൽ നിൽക്കും.
മിനിറ്റ് സൂചി 35 ആകുമ്പോൾ നമ്മുടെ ക്ലോക്കിൽ 7-ലാണ് നിൽക്കുന്നത്. അതായത് 9:30 ആകുമ്പം 6-ലല്ലേ, 30 എന്നുള്ള സമയം സൂചിപ്പിക്കുന്നത് 6-നെയാണ്. 9 എന്നുള്ളത് 9 തന്നെ. മണിക്കൂർ സൂചി 9-ലും മിനിറ്റ് സൂചി 6-ലും. സിമിലർലി 9:35 ആകുമ്പോഴത്തേക്കും 7-ലല്ലേ വരുന്നത്. ഓക്കെ, ഇനി 9 മൈനസ് 7 ചെയ്യാ 2. 2 × 30 പ്ലസ് ഈ സംഖ്യയുടെ പകുതി എടുക്കാം. 35-ന്റെ പകുതി 17.5. ദാറ്റ് ഈസ് 2 × 30 60. 60 പ്ലസ് 17.5 എത്രയാണ്? 77.5. 77.5. ഇതാണ് ഏറ്റവും എളുപ്പം. ഇക്വേഷൻ വേണ്ട. അപ്പം 9:35 9 ആണ് മണിക്കൂർ സൂചി, 7-ലാണ് മിനിറ്റ് സൂചി. രണ്ടും കൂടെ ഡിഫറൻസ് എടുക്കുക, 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 35-ന്റെ ഹാഫ് എടുത്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം 2016 ഫെബ്രുവരി 25-ാം തീയതി തിങ്കളാഴ്ചയായാൽ 2016 മാർച്ച് 8-ാം തീയതി ഏത് ദിവസമായിരിക്കും? ഫെബ്രുവരിയിലെയും മാർച്ചിലെയും കലണ്ടർ സെയിം ആണ്. അപ്പോ ഫെബ്രുവരി 25 എന്ന് പറയുന്നത് തിങ്കളാണെങ്കിൽ മാർച്ച് 25-ഉം എന്ത് തന്നെയാണ്? തിങ്കൾ തന്നെയാണ്. അപ്പൊ മാർച്ച് 25 തിങ്കളാണെന്ന് ഓർക്കുക. ഇനി പുറകിലോട്ട് പോവാം. 7 സബ്ട്രാക്ട് ചെയ്യുക, എത്ര വരും? 7 സബ്ട്രാക്ട് ചെയ്താൽ 18 വരും. വീണ്ടും 7 സബ്ട്രാക്ട് ചെയ്യുക, 11 വരും. അപ്പോ 18-ാം തീയതി തിങ്കളാണ്, 11-ാം തീയതി തിങ്കളാണ്. നമ്മളോട് 8-അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10-ാം തീയതി എന്താണ്? ഞായറാണ്. 8-ാം തീയതി ശനിയാണ്. ഉത്തരം ശനി. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഫെബ്രുവരി മാസത്തിലെയും മാർച്ച് മാസത്തിലെയും കലണ്ടർ സെയിം ആണ്. ഫെബ്രുവരി 25 തിങ്കളെങ്കിൽ മാർച്ച് 25-ഉം തിങ്കളായിരിക്കും. അപ്പൊ മാർച്ച് 25 ഞാൻ തിങ്കളെന്ന് എഴുതി. അപ്പൊ അടുത്ത തിങ്കള് നമ്മൾ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ 7 ദിവസം കൂടുമ്പോഴാണ് ഡേറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. 7 ദിവസം കൂടുമ്പോഴാണ് ഡേറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം 25 മൈനസ് 7 18-ാം തീയതി തിങ്കൾ, വീണ്ടും മൈനസ് 7 11-ാം തീയതി തിങ്കൾ. അപ്പം 10-ാം തീയതി തിങ്കളാണെങ്കിൽ 11-ാം തീയതി തിങ്കളാണെങ്കിൽ 10-ാം തീയതി എന്താണ്? ഞായർ. 8-ാം തീയതി ശനി. ഉത്തരം ശനിയാണ്. അടുത്ത ചോദ്യം, നിഷയും സിനിയും സഹോദരിമാരാണ്. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് നിഷ സിനി. പെൺകുട്ടികളാണെങ്കിൽ മൈനസ് കൊടുക്കും. രണ്ടുപേരും ഒരു ആണല്ലോ, അപ്പൊ നേരെ നേരെ എഴുതി. രാജിയുടെ അമ്മായിയാണ് സിനി. അപ്പം സിനിയുടെ തൊട്ട് താഴെയുള്ള ജനറേഷനാണ് രാജി. രാമന്റെ പേരക്കുട്ടിയാണ് രാജി എന്ന് പറഞ്ഞാൽ രാമൻ ഈ സിനിയുടെയും നിഷയുടെയും മുകളിലത്തെ ജനറേഷനിലെ ആളായിരിക്കും രാമൻ. മുരളി രാമന്റെ മകനാണ്. അപ്പൊ രാമന്റെ മകനാണ് മുരളി. ഓക്കെ, അങ്ങനെയെങ്കിൽ നിഷ മുരളിയുടെ ആരാണ്? രാമന്റെ മകനാണ് മുരളി എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും നിഷയും സിനിയും സഹോദരങ്ങളാണെങ്കിൽ അവരുടെ സഹോദരനായിരിക്കും മുരളി. കാരണം രാമനാണ് മുരളിയുടെ അച്ഛൻ, രാജിയാണ് രാമന്റെ പേരക്കുട്ടി. അപ്പൊ രാമൻ ആരാണ്? ഗ്രാൻഡ് ഫാദർ ആണ്. ആ ഗ്രാൻഡ് ഫാദറിന്റെ മക്കളാണ് നിഷയും സിനിയും മുരളിയും. അപ്പൊ മുരളിയുടെ മകളാണ് ആര്? രാജി. അങ്ങനെയെങ്കിൽ നിഷ മുരളിയുടെ ആരാണ്? സഹോദരിയാണ്. ഓക്കെ, സഹോദരി. ഇതാണ് ഫാമിലി ട്രീ മെത്തേഡ് എന്ന് പറയുന്നത്. ഫീമെയിൽസിന് മൈനസും മെയിൽസിന് പ്ലസും കൊടുത്താൽ ജെൻഡറും കണ്ടുപിടിക്കാൻ എളുപ്പമായി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം മെനിലബിലിറ്റി ആണ്. ബോക്സ് എന്നതിനെ നമുക്ക് OBK എന്ന് എഴുതാം. പെൻ എന്നതിനെ CRA എന്ന് എഴുതാം. ഇതിവിടെ നിൽക്കട്ടെ. ബോക്സ് എങ്ങനെ B എങ്ങനെ O ആയി? 13 കൂട്ടി. O എങ്ങനെ B ആയി? വീണ്ടും 13. അതായത് Z കഴിഞ്ഞ് വീണ്ടും A എടുക്കുക. Z കഴിഞ്ഞ് വീണ്ടും A എടുക്കുക. അതായത് 1 to 26 എടുത്തിട്ട് 27 വീണ്ടും എന്തെടുക്കുക? A എടുക്കുക. അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും O കഴിഞ്ഞ് 13-ാമത്തെ നമ്പറാണ് B. അതുപോലെ X കഴിഞ്ഞ് 13-ാമത്തെ നമ്പറാണ് K. ഇവിടെയും കൺസെപ്റ്റ് അത് തന്നെ കിട്ടും. അപ്പോൾ അടുത്ത നോക്കേണ്ട കാര്യമില്ല. ഗണ്ണ് നോക്കുക. ഗണ്ണ് G+13 ചെയ്യാം. ടി ഓപ്ഷൻ വരുന്ന ആകെ ഒരു ഓപ്ഷനിലേ ഉള്ളൂ. അത് മാത്രം നോക്കിയാൽ മതി. മറ്റേ ചെയ്ത് സമയം കളയണ്ട. ഇത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ഒരുവിധം ഓടിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ അനുബന്ധ ചോദ്യങ്ങൾ, കുറെ അനുബന്ധ ചോദ്യം ഞാൻ ഇട്ടു ഇതിനകത്ത്. അപ്പോൾ അത് കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും എളുപ്പമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളാണോ? എങ്കിൽ നിങ്ങൾക്ക് പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമി.
അൺഅക്കാഡമി ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. അൺഅക്കാഡമിയിൽ ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി 45 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏപ്രിൽ 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൗത്യം എന്നാണ് കോഴ്സിന്റെ പേര്. 10 എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോട് കൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. കൂടാതെ 10th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. ഒരു 100 ഡേ ബാച്ച് കോഴ്സ് ഏപ്രിൽ 7 സ്റ്റാർട്ട് ചെയ്യുകയാണ് അൺഅക്കാഡമിയിൽ. ജേതാവ് എന്നാണ് ആ ബാച്ച് കോഴ്സിന്റെ പേര്. ഇത് 8 എഡ്യൂക്കേറ്റേഴ്സ് 8 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് മുന്നേറാൻ അൺഅക്കാഡമി തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യൂ. അൺഅക്കാഡമിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബേസിക്സ് മുതൽ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏപ്രിൽ 7 ഒരു പുതുപുത്തൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഴ്സും 10% ഡിസ്കൗണ്ടോട് കൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്.